നമസ്കാരം. നമ്മൾ ക്രൗഡ് ഫോറസ്റ്റിങ്ങിൻ്റെ പുതിയ ഈ ഇഷ്യൂവിൽ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയില്ല, ഒരാളെയല്ല രണ്ടുപേരെയാണ്. ഒന്ന് മിഥുൻ, ഇത് മിഥുൻ്റെ സഹോദരൻ മിലൻ. അപ്പോൾ മിഥുന് ഓപ്റ്റോ ഇലക്ട്രോണിക്സിൽ M.Tech കഴിഞ്ഞ് നിൽക്കുന്നു കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. മിലൻ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 5ാം ക്ലാസ്സിൽ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ, ഇവർ ഒരു കൃഷി കുടുംബമാണ്. ഇവരുടെ അമ്മയാണ് ഇവിടെ ഈ വാഴയൊക്കെ കുഴിച്ചു വെച്ചിരിക്കുന്നത്. ഇവരെല്ലാവരും പാരമ്പര്യമായിട്ട് കൃഷിയിൽ താല്പര്യമുള്ള ആളുകളാണ്. അപ്പോൾ ഈ മിയാവാക്കി ചെയ്യുന്നതിനെക്കുറിച്ച് എങ്ങനെ ചിലവ് കുറച്ച് ചെയ്യാമെന്ന് ചോദിച്ച് ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട്. അവരോടൊക്കെ ഞാൻ ഇഷ്ടം പോലെ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയാറുണ്ട്. അതൊന്നും ചെയ്തു നോക്കിയിട്ടില്ല, നമ്മുടെ ഒരു ഊഹം വെച്ച് പറയുന്നതാണ്. കാര്യം വെച്ചാൽ എനിക്ക് ഈ ചിലവ് കുറയുന്ന മാർഗ്ഗം പരീക്ഷിക്കാൻ സമയമില്ല. കാരണം വളരെ കുറച്ച്, ഇനിയിപ്പോൾ ആയുസ് എത്ര കാലം ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാനൊക്കില്ല, വയസ്സായില്ലേ. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യാവുന്നത്ര മരം വെച്ച് പിടിപ്പിച്ച് പോകുക എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ഈ പുതിയ തലമുറ ഇങ്ങനെയുള്ള ആളുകൾ ഇവർ പരീക്ഷിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ മിഥുൻ്റെ പരീക്ഷണം കണ്ടിട്ടാണ്, മിഥുനെ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങൾ ഈ ഫോണിലിടയ്ക്ക് സംസാരിക്കാറുണ്ട്. അപ്പോൾ മിഥുൻ അത് ചെയ്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളോട് ചോദിച്ചിട്ട് മിഥുൻ തന്നെ കുറച്ച് മാർഗ്ഗങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ മിഥുൻ കണ്ടുപിടിച്ച മാർഗ്ഗങ്ങൾ ശരിക്കും നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് മിഥുനെ കൊണ്ട് തന്നെ പറയിക്കാം. അപ്പോൾ അത് ചെറിയ തോതിൽ വീട്ടിൽ 1 സെൻറ്റൊക്കെ കാട് വെക്കുന്നവർക്ക് ഇത് മിഥുൻ്റെ മോഡൽ ഫോളോ ചെയ്താൽ, അത് മിഥുൻ്റെ മാത്രമല്ല മിലൻ്റെയും കൂടിയാണ്. മിലിനെ കൊണ്ട് മണ്ണൊക്കെ വെട്ടിച്ചത് അല്ലേ? ഇത്രയും നിങ്ങൾ തന്നെ വെട്ടി, വെളിയിൽ നാളെ വിളിച്ചില്ല? അല്ലല്ല, ഇത് നമ്മൾ ആദ്യം കുറച്ച് ഭാഗം നമ്മൾ വെട്ടി, ഒരു കാലടി. അപ്പൊ തന്നെ പിന്നെ വെട്ടല് കണ്ടു തുടങ്ങിയപ്പോഴത്തേന് പിന്നെ ബുദ്ധിമുട്ടായി വെട്ടാൻ. ഇപ്പൊ 2 ദിവസം ആളെ നിർത്തിയത്. അത് കാരണം ഇത് പ്രൊഫഷണലി നല്ല കട്ടിയുള്ള, ശരിക്കും നമ്മൾ ഈ കെട്ടിടം വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന കല്ലിന്റെ അത്രയും കട്ടിയുള്ള കല്ലാണ് കാണുന്നത്. അത് വെട്ടി ഇപ്പൊ ഇത്രയും നമ്മൾ താത്തു. ഇപ്പൊ ഏകദേശം ആവശ്യത്തിന് താത്തു കഴിഞ്ഞു. ഈ വളത്തിന്റെ കാര്യത്തിൽ ചിലവ് കുറയ്ക്കാൻ ചെയ്ത പരിപാടികളൊന്നും പറയാം. അതായപ്പോ നമുക്ക് കൂടുതൽ വളത്തിന് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ചിന്തേരം എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഈസിലി മില്ലിൽ അവൈലബിൾ ആണ്. വിൽക്കാറുള്ളിടത്തെല്ലാം ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത്, അത് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പം ആദ്യം ചെന്ന് അബദ്ധത്തിൽ ചെന്നിട്ടാണ് പൈസ കൊടുത്തങ്ങ് മേടിച്ചത്. വേറൊരാൾ പറഞ്ഞ് ഇവിടെ ഉണ്ട് സാധനം വന്ന് ഫ്രീ ആയിട്ട് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം ചെറിയ അബദ്ധം പറ്റി. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ ഇപ്പം ചാണകം, ഉണക്കച്ചാണകം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പം ചെയ്യാൻ ആ സമയത്ത് ഇപ്പം മഴക്കാലമാണെന്നുണ്ടെങ്കിൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ പച്ച ചാണകം തന്നെ നമുക്ക് ഈ പറഞ്ഞ ചിന്തേര് പൊടിയുടെ കൂടെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് വളമാക്കി എടുക്കാൻ പറ്റും ഈസി ആയിട്ട്. അല്ല, കമ്പോസ്റ്റ് ഉണ്ടാക്കിയ പ്രോസസ്സ് എന്ന് പറയാം. എങ്ങനെയാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുക? അതിന്റെ ഒരു പ്രക്രിയ ഉണ്ടല്ലോ. കുറെ ടൈപ്പിലുള്ള കമ്പോസ്റ്റിംഗ് ഉണ്ട് നമ്മൾ ചെയ്യുന്നത് തന്നെ. വെർമി കമ്പോസ്റ്റിംഗ് ഉണ്ട്, അത് മറ്റേ പുഴുവിനെ ഉപയോഗിച്ച് ചെയ്യുന്നത്, വേറെ കൊണ്ട് ചെയ്യുന്നത്. റെഡ് വാംസ് ഒക്കെ ആണെന്ന് തോന്നുന്നു അതിനുവേണ്ടി ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ അത് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ഇരിക്കുന്നത് ചിന്തേരി പൊടിയാണ്. ചിന്തേരി ഒരിക്കലും മറ്റതിനകത്ത് വെർമി കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് ദ്രവിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഹോട്ട് കമ്പോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ വുഡിന്റെ ഷേവിങ്സ് എങ്ങനെ കമ്പോസ്റ്റ് ചെയ്യാൻ നോക്കിയാണ് ഇതിനകത്ത് വന്നത്. അല്ല, ആദ്യം കമ്പോസ്റ്റിംഗ് ഏതാ നോക്കുക എല്ലാം ചെയ്ത് അതെങ്ങനെ കമ്പോസ്റ്റ് ആക്കാമെന്നാണ് നോക്കിയത്. ചിന്തയിലാണ് ഈ കമ്പോസ്റ്റിംഗിലേക്ക് വന്നത്. അതെ അതെ. അപ്പൊ അത് സൂക്ഷിച്ചു വെക്കണ്ടായല്ലോ, എവിടെയെങ്കിലും കുഴിയും വേണ്ടി വന്നില്ല. ഒരു നെറ്റ് ഇട്ടിട്ട് ചുമ്മാ നമ്മളിപ്പോ ഇത് ഇളക്കുന്നുണ്ടെങ്കിൽ ഈ നെറ്റ് കൂടെ അഴിച്ച് അടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കുക. മാറ്റിയായിരുന്നു കുറവാണ് അങ്ങോട്ട് കിട്ടും. ഓ അത് ശരി. ഇത് ആദ്യം ഇവിടെ അല്ലായിരുന്നു. ഇതിപ്പോ ഒരു 20 അങ്ങോട്ട് ഇങ്ങനെ മാറ്റിക്കാണും. ആ ശരി. മാറ്റേണ്ടതുണ്ടോ? കാരണം ഇത് നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ ചൂടായിക്കൊണ്ടേയിരിക്കും. ഇല്ല, ഇതൊരു 5 ദിവസം കഴിയുമ്പോഴത്തേന് ഇതിന്റെ ചൂടങ്ങ് കുറയും. അപ്പം വീണ്ടും നമ്മളൊരു 55-60 ഡിഗ്രി സെൽഷ്യസ് ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നമ്മൾ ഇടുന്നത്. അപ്പം ഈ ആദ്യം ചെയ്യുന്നത് ഇത് ഇങ്ങനെ ഇതിന്റെ എഡ്ജ് മൊത്തം അരിഞ്ഞരിഞ്ഞരിഞ്ഞ് അത് വേണം അടുത്തതിന് നടുക്കിടാൻ. ഇപ്പം നടുക്ക് ഭാഗം പിന്നെ മേളി വരും. പറഞ്ഞ മിക്സ് ഇങ്ങനെ സൈഡ് വശം മൊത്തം നമ്മൾ വെട്ടി 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 അതാണ് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് വരുന്നത്, ഫില്ല് ചെയ്ത് വരുന്നത്. മരം വെട്ടുമ്പോൾ വരുന്ന ചില്ലകളൊക്കെ ഈ പറയുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് മരം വെട്ടുന്ന ചില്ലകള് ഒരുപാട് കട്ടി ഉണ്ടാകാൻ പാടില്ല. ചെറുതായിട്ട് കമ്പൊന്നും ഇട്ട് കഴിഞ്ഞാൽ ഒന്നും ഡീകമ്പോസ് ആവില്ല. ആക്ച്വലി തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു മെഷീൻ ഇറങ്ങിയിട്ടുണ്ട് ഷെഡ് ചെയ്യുന്നത്. അത് ഞാൻ നോക്കിയായിരുന്നു. അത് വെച്ച് ചെയ്യാൻ പറ്റും. അത് വെച്ച് അത് നമ്മൾ ഷേവിങ്സ് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി. പക്ഷെ കുറെ സമയം എടുക്കും ഇതിന് വേണ്ടിയിട്ട്. സമയം എടുക്കുക. പൈലിന്റെ വലിപ്പം കൂട്ടണം, ഒരിക്കലും ചെറുതാക്കി ഇടാൻ പാടില്ല. ഇത്രയെങ്കിലും വലിപ്പം ഉണ്ടെങ്കിൽ ഒരു പ്രയോജനമുള്ളൂ. എന്തായാലും ഇത് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളൊന്ന് ഒരിക്കൽ ഈ വലിയ പൈല് നല്ല ഭയങ്കര വലിയ പൈലാണ്. ആദ്യം ഞാൻ നെറ്റ് ഇല്ലായിരുന്നു. നെറ്റിന് മുമ്പ് ഏകദേശം ഈ ഒരു കളർ ഉണ്ടായിരുന്നു. ശരി. അതിങ്ങനെ ചെറുതനുസരിച്ച് ഞാൻ ഇങ്ങോട്ട് മാറ്റി മാറ്റി. അതായത് ഇപ്പൊ ഇത്രയുള്ള ഒരു പൈല് ചെയ്യണമെങ്കിൽ ഒന്ന് ഇത് ചെയ്യുന്ന സമയത്ത് ഇതിനേക്കാൾ വലിപ്പം കൂടുതലായിരിക്കും. ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഈ നെറ്റിനകത്തല്ല ചെയ്യുന്നത്. അല്ല, ആദ്യം നമ്മൾ കൂട്ടിയങ്ങ് ഇടുക. ഇതൊരു ഏകദേശം ഒരു 20-25 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം കറുത്തു തുടങ്ങും. അപ്പം നമ്മൾ നെറ്റിനകത്തോട്ട് മാറ്റുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ. ആദ്യം തന്നെ മറ്റേ ചെയ്യണമെങ്കിൽ ഇച്ചിരി വലിപ്പമുള്ള നെറ്റ് മേടിക്കണം, ഒരുപാട് വലിപ്പമുള്ള നെറ്റ് മേടിക്കണം. അതൊന്ന് ഒതുങ്ങി കഴിഞ്ഞിട്ട് മതി. നെറ്റ് ഒതുങ്ങി കഴിഞ്ഞിട്ട് മതി. രണ്ടാമത്തെ കാര്യം നമ്മൾ ഇവിടെ ഇട്ടിട്ട് എടുത്ത് അപ്പുറത്തോട്ട് മാറ്റി. അപ്പൊ ആ ഒരു സ്ഥലം കൂടെ നമ്മൾ മനസ്സിൽ കണ്ടോളാം. പിന്നെ അതുപോലെ തന്നെ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം നമ്മൾ ലെയർ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ചെയ്യാൻ ആദ്യം ഒരു എന്തെങ്കിലും ചിന്തേരി പൊടി ഇട്ടു, അതിനുശേഷം അതിന്റെ മടക്കി ചാണകം ഇട്ടു, എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കണം, വെള്ളം സ്പ്രിങ്കിൾ ചെയ്യണം, നനയ്ക്കണം, എന്നിട്ട് പിന്നെ അടുത്ത ലെയർ ആണ്. അങ്ങനെ 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 പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മുടെ ആ ഒരു സ്റ്റെപ്പ് മിസ് ചെയ്യണം. അതിനുശേഷം പിന്നെ ഓരോ തവണ മാറ്റുമ്പോഴും ഇത് ശരിക്കും അതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ കൂട്ടി വരണം, പക്ഷെ വെള്ളം വീഴാൻ പാടില്ല, വെള്ളം ഊറി വീഴാൻ പാടില്ല. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരണം. ഈ രീതി ഫോർമാറ്റിലാണ്. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഊറുന്നൊന്നും ഇല്ലാണ്ടോ? മനസ്സിലായി. ഈ മഴയൊക്കെ പെയ്തിട്ടും ഇത് ടാർപ്പിട്ട് വെച്ചേക്കാം, ടാർപ്പിട്ട് വെക്കണം നമ്മള്. വെക്കല്ലേ, മഴ പെയ്ത് ഓവറായിട്ട് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആവത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം തളിക്കണം, പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഒരു ടാർപോളിൻ ഇട്ട് മൂടണം. മിഥുൻ പറഞ്ഞതിന്റെ ചുരുക്കം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. മിഥുൻ പറഞ്ഞത് നമുക്ക് ഈ തടിയുടെ ചീള് അഥവാ കടച്ചിൽ ചീള് അഥവാ ചിന്തേരെന്നൊക്കെ പറയുന്ന സാധനം, വുഡ് ചിപ്പ്, വുഡ് ഷേവിങ്സ് എന്നൊക്കെ പറയുന്നത്, നമ്മൾ ഈ തടി മിനുസപ്പെടുത്തുമ്പോൾ വരുന്ന ചെറിയ കഷ്ണങ്ങൾ, അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഫർണിച്ചർ ഷോപ്പിലും മറ്റും കിട്ടും. അത് കൊണ്ട് വീട് പണിയുന്ന സ്ഥലത്ത് കാണും. ഇത് കൊണ്ടുവന്നിട്ട് നമ്മളൊരു സ്ഥലത്ത് അതിനെ ഒരു കൂനയായിട്ട് ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചാണകം, പച്ച ചാണകം ഇടുക. എന്നിട്ട് അതിന് മുകളിൽ വെള്ളം തളിക്കുക. ഇങ്ങനെ ചെയ്ത ശേഷം ഒരു ഷീറ്റ് കൊണ്ട് മൂടുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്തൊരു ചൂടുണ്ടാകും. ആ ജനറേറ്റ് ചെയ്യുന്ന ചൂട് കൊണ്ടാണ് ഇത് കമ്പോസ്റ്റായിട്ട് മാറുന്നത്. ആ ചൂട് ഒരു 5 ദിവസം വരെ നിൽക്കും. 5 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതിനെ നമ്മൾ ഈ ഷീറ്റൊക്കെ മാറ്റിയ ശേഷം അവിടെ നിന്ന് വെട്ടി അടുത്ത സ്ഥലത്തേക്ക് മാറ്റണം. ഇതെടുത്ത് മാറ്റുമ്പോൾ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ഇതിൻ്റെ അരികിലുള്ള ഭാഗം വെട്ടി മാറ്റുക, പിന്നെ അതിൻ്റെ അടുത്തുള്ള മാറ്റുക. അപ്പോൾ ഈ സൈഡിലുള്ള ഭാഗം അകത്തുള്ള ഭാഗം പുറത്തു വേണ്ടി ഒരു അവസാനമാകും. അങ്ങനെ ഇത് വീണ്ടും ഒന്ന് മാറ്റിയിട്ട ശേഷം അതിനെ ഒരു ഷീറ്റ് കൊണ്ട് വീണ്ടും മൂടുക, വെള്ളം തിളച്ച ശേഷം മൂടുക. അങ്ങനെ ഒരു 5 തവണ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു 20 തവണ ചെയ്യണം. 5 ദിവസം കൂടുമ്പോൾ ഇത് മാറ്റിക്കൊണ്ടിരിക്കണം. 2 സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക, വെള്ളം തെളിക്കുക, മൂടിയിടുക. ഇങ്ങനെ ഒരു 20 ദിവസം കഴിയുമ്പോൾ ഇത് കമ്പോസ്റ്റായിട്ട് മാറും. തുടക്കത്തിൽ ഇത്ര വലിയൊരു കൂനയാണെങ്കിൽ ഈ 100 ദിവസം കഴിയുമ്പോഴേക്കും അത് ചെറിയ ഒരു ഇതായിട്ട് മാറും. പിന്നെ ഇത് കോഴിയൊക്കെ ചെയ്യാതിരിക്കാനായിട്ട് അതിന് ചുറ്റും നമ്മളൊരു നെറ്റ് വെക്കുന്നത് നല്ലതാണ്. ഇതെടുത്ത് കൈകൊണ്ട് പിഴിഞ്ഞ് നോക്കിയാൽ വലിയ ഒരു വെള്ളം കാണുകയില്ല, ഒരു നനയുള്ള ഒരു സബ്സ്റ്റൻസ്, നമ്മൾ കൊഴുക്കട്ടൊക്കെ കുഴയ്ക്കുന്ന മാവ് പോലെ ഇരിക്കുന്ന ഒരു സാധനമായിട്ട് അത് മാറും. അപ്പോൾ ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് സംബന്ധിച്ച കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ട് അദ്ദേഹത്തെ തന്നെ വിളിച്ചു ചോദിക്കാം. നമ്പർ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ നമ്മൾ ഈ ഫോണിൽ സംസാരിക്കുമ്പോൾ ഈ എംടെക്കാരൻ ചാണകമിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കിയല്ലോ എന്നിങ്ങനെ ആലോചിച്ചോണ്ടേ. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒന്ന് മിഥുനോട് സംസാരിക്കുമ്പോഴാണ് മിഥുൻ അതിൻ്റെ ഒരു ശാസ്ത്രം മനസ്സിലാക്കിയാണ് ചെയ്യുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്രയും വിജയകരമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ കരിക്കുന്നുണ്ട് മേടിച്ചിട്ട് എന്ത് ഉണങ്ങിപ്പോയേ? ഇതിപ്പം 3 മാസം മുമ്പ് മേടിച്ചാണ്. അന്ന് എനിക്ക് കിട്ടിയപ്പോൾ മേടിച്ചു. പിന്നെ മഴയൊക്കെ അല്ലേ, പിന്നെ കൊറോണ ആയതുകൊണ്ട് ഈ പറഞ്ഞ കടകളൊന്നും പകുതി കരിക്കട ഒന്നും തുറക്കത്തില്ല. അപ്പോൾ ഒരു പുള്ളിയുടെ വീട്ടിൽ പോയി ഞാൻ അത് എടുത്ത കൂട്ടത്തിൽ ലോറിയിൽ എടുത്തിട്ട് വന്നാണ്. ഇത് ഒത്തിരി ഉണ്ടായിരുന്നു, ഇതിന്റെ ഇരട്ടി ഉണ്ടായിരുന്നു. അതിപ്പോ അവിടെ കിടന്ന് ഉണങ്ങിപ്പോയി. ആക്ച്വലി ഇത് നമുക്ക് 2ആയിട്ട് തിരിച്ചാൽ മതിയായിരുന്നു. ഈ വലിയ തുണ്ടില്ലേ, വലിയ തുണ്ടുകളെ വേറെ ആക്കിയിട്ട് ചെറുതെല്ലാം കൂടെ അതിൽ തന്നെ അങ്ങ് തട്ടിയിട്ട് ഈ വലുതെല്ലാം കൂടി ഇതിന് അടിയിലങ്ങ് ഇട്ടാൽ മതി. അല്ല, ഇതിപ്പോ ഇന്ന് റീസെന്റ് ആയിട്ടാ മണ്ണെടുത്തത്. ഇപ്പൊ 3 മാസം മുമ്പാണ് ഇത് ഞാൻ എടുത്തത്. അങ്ങനെ കടന്നു പോയതാണ്. കുഴപ്പമൊന്നുമില്ല, അത് ഇപ്പൊ ഇനി ഇട്ടാലും മതി. അത് മണ്ണിൽ ചേരും, സമയം എടുക്കും എന്നുള്ളതേ ഉള്ളൂ. കുമ്മായം ചേർത്ത് ഇടാനാണ് അന്ന് സാറിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഏറ്റവും അടിയിൽ കുമ്മായം ഇട്ടാന്ന് വെച്ചാൽ നമ്മളന്ന് ഈ എടുത്തുകൊണ്ട് വന്ന പലതും റോഡ് സൈഡിൽ കിടന്ന് അളിഞ്ഞ സാധനങ്ങളായിരുന്നു. അപ്പൊ അതിനകത്തെ ആ അണുക്കളൊക്കെ കൂടെ പോകാനായിട്ട്, അല്ലെങ്കിൽ ഇനി ചെടിക്ക് വല്ല കേടും വിട്ടു എന്ന് വെച്ചാൽ ഞങ്ങൾ കുമ്മായം കുറച്ച് വെതറിയതാണ് ഒരു ജൈവ എന്നുള്ളതിൽ. ചെടി കൂട്ടിലാക്കുന്ന പരിപാടിയൊക്കെ ചെയ്തോ? ആണല്ലേ? എത്ര ചെടി വെക്കാൻ പോകുന്നു ഇവിടെ? 36. ഓ, എണ്ണമൊക്കെ എടുത്ത് കറക്റ്റായിട്ടാണല്ലേ? അതൊക്കെ കറക്റ്റ്. ശരി. നിശാന്തി എന്ന് പറഞ്ഞ ചെടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇവിടുത്തെ എന്താ പ്രശ്നം, നിശാന്തിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മണം കാരണം ഒരു ചുമന്ന രീതിയിലുള്ള ഒരു പറക്കുന്ന ഒരു സാധനമുണ്ട്. അത് വന്നിട്ട് ഇതിന്റെ തണ്ടോടുകൂടെ തിന്നത് ആളെ കളഞ്ഞത്. അവസാനം പിന്നെ നമ്മൾ റീപ്ലേസ് ചെയ്ത് അതിനകത്ത് ഈ പറഞ്ഞ കറിവേപ്പിലയുടെ ഒരു തൈ വെച്ചു ആ ഒരു പോട്ടിനകത്ത്. പിന്നെ അങ്ങനെ 2-3 ചെടികളൊക്കെ പോയി. പിന്നെ അവസാനം ഞാൻ പോയിട്ട് അഗ്രികൾച്ചർ ഓഫീസിൽ നിന്ന് പോയിട്ട് ഈ ബയോനീമിന്റെ ഓയിൽ കിട്ടും. അതൊരു 5 തുള്ളി, ഒരു 10 ml 5 തുള്ളി സോപ്പിന്റെ ഇത് കലക്കി അങ്ങ് അടിച്ചാൽ മതി. സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 36 ചെടി വേണമെങ്കിൽ നമ്മളെപ്പോഴും ഒരു 45 എണ്ണം വെക്കണം. കാരണം എല്ലാത്തിലും 100% ഇതൊന്നും വിചാരിക്കരുത്. ഒരു 5%, 10%. അതിന് ബാക്കപ്പ് ഇവിടെ അയ്യത്തന്നെ നിൽപ്പുണ്ട്. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് സാധനങ്ങൾ വെക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതങ്ങനെ ചെയ്യാം. പിന്നെ അതിൽ ലാറ്ററൈറ്റ് സോയിൽ ആയതുകൊണ്ട് വളം കുറവ് അതിനകത്ത്. കാണുമ്പോൾ ഒരു ഇതുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ജീവാമൃതം യൂസ് ചെയ്യാൻ പറ്റും. ജീവാമൃതം സുഭാഷ് പിലേക്കറുടെ അതൊരു കലക്കിയിട്ട് നാടൻ പശുവിന്റെ ചാണകം, ശർക്കര 100 ഗ്രാം അല്ലെങ്കിൽ കടല, പിന്നെ എല്ലുപൊടി, മറ്റേ ഇത് കടലപ്പിണ്ണാക്ക, വേപ്പും പിണ്ണാക്ക. എല്ലുപൊടി പുള്ളി പറയുന്നില്ല. എല്ലുപൊടി നമ്മൾ എടുത്ത സാധനമാണ്. അപ്പൊ അതിനകത്ത് അതിന് വളമാവും. പിന്നെ അതുപോലെ പുതയിടാനുള്ള സാധനം കരിയില തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു അർജന്റ് ഒന്നിപ്പോ എടുത്താൽ താമത്തി. ഇനിയിപ്പോ ഇവിടെ തന്നെ ഉള്ള വാഴയില ഇഷ്ടംപോലെ ഉണങ്ങിയ വാഴയില ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ മുറിച്ചിടാം. അതെല്ലാം മുറിച്ചിടും. പിന്നെ ഇതിന്റെ ഇലകൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. മുളയുടെ ഇല 4 മുള വെട്ടുമ്പോ അതിന്റെ ആ ഇലയും കൂടെ നമുക്ക് കിട്ടും. അതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. ഇത് ശരിക്കും പറഞ്ഞാല് നമ്മൾ വീടുകൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യണം. ഞങ്ങൾക്ക് ഇപ്പൊ സമയം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോ ഈ സർക്കാരിന്റെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യുമ്പോഴും വലിയ ഏരിയ ചെയ്യുമ്പോഴും നമുക്ക് പറ്റില്ല. പക്ഷെ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാല് ഈ ഏറ്റവും ചെറിയ സ്ഥലത്ത് ഒരുപാട് പേർക്ക് സ്വന്തം സ്ഥലത്ത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ ഈ ചെയ്ത മോഡൽ നല്ലൊരു മോഡലാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ വന്നിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പ് നമ്മൾ വന്നിരുന്നു. അന്നേരം ഇവരെല്ലാം പ്ലാൻ ചെയ്യാൻ റെഡിയാക്കി നിർത്തിയിരിക്കുന്നു. ഇപ്പോൾ എല്ലാം ഗംഭീരമായിട്ട് പ്ലാൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്.
മൊത്തം 9 സ്ക്വയർ മീറ്റർ അഥവാ 90 സ്ക്വയർ ഫീറ്റ്, അതായത് 4ൽ 1 സെൻറ്റ്, 1/4 സെൻറ്റ്. അപ്പോൾ എങ്ങനെ സ്വന്തം വീട്ടിൽ തന്നെ 1/4 സെൻറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ്. ബാക്കി ഇപ്പോൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. അമ്മ മിൻസി, മിലൻ, മിഥുൻ. അപ്പോൾ അവർ 3 അമ്മയുടെ സപ്പോർട്ടുള്ളതുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു. ഇടയ്ക്ക് അച്ഛൻ എന്നെ വീഡിയോയിൽ വിളിച്ചിരുന്നു ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട്. ഇത് നമ്മളിപ്പോൾ ഇവിടെ എത്ര ചെടിയാണ് വെച്ചത്? ഇതിപ്പം 36 വെക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടിരുന്നത്. കാരണം 1 സ്ക്വയർ മീറ്റർ 4 വെച്ചിട്ടാണ് വെക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പം നട്ട് വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അറേഞ്ച്മെന്റ് കുറച്ച് ഇത് വന്നപ്പോഴത്തേന് പിന്നെ ഇടയ്ക്ക് സ്പേസ് ഒക്കെ വന്നു. അപ്പോൾ ഞാൻ ഒരു 4 ചെടി കൂടെ എക്സ്ട്രാ അതിൻ്റെ ഇടയ്ക്ക് വെച്ചു. ഇപ്പം 40 ചെടി ഉണ്ട്. കുഴപ്പമില്ല. ആകെയുള്ള ചെറിയൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനെല്ലാം സൈഡിലോട്ട് ഒരുപാട് ചില്ല നിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ച സമയത്ത് പൊട്ടിക്കെളുത്താണ്. അത് പയ്യെ അങ്ങ് പ്രൂൺ ചെയ്ത് വിട്ടാൽ മതി. ഇപ്പോൾ ഈ ചില്ലയൊക്കെ ഉണ്ടല്ലോ, ഈ ചില്ലകളൊക്കെ അങ്ങ് മുറിക്കുക. ഇതിനെയൊക്കെ മുറിച്ച് കഴിയുമ്പോൾ ഇത് ഒരു കമ്പായിട്ട് ഒരു ഇവിടം വരെ വരും. അപ്പോൾ എല്ലാം ഏകദേശം ഒരേ അളവിൽ വളരാൻ നോക്കണം. ഇല്ലെങ്കിൽ എല്ലാം കൂടെ പെട്ടെന്ന് ഓരോ 1-2 മേലോട്ടങ്ങ് പോകും. അങ്ങനെ നിർത്തിയിട്ട് ഈ പൊക്കം വരെ നമ്മൾ തണ്ട് മാത്രം നിർത്തിയിട്ട് അതിന് മുകളിലേക്ക് ഇല വരുന്ന പോലെ ഒരു സാധനം ചെയ്യുക. ഇപ്പോൾ ഇതിനെല്ലാം കൂടെ എത്ര രൂപ ചിലവായി കാണുന്നൊരു എസ്റ്റിമേറ്റ് ഉണ്ടോ? ഒരു 20-25 വന്ന് കാണും. 20-25 രൂപയ്ക്ക് 1/4 സെൻറ്റ് ചിലവായി അല്ലേ? അതെ, അത്രയും വന്ന് കാണും. അത് ചെടിയുടെ വില അടക്കം, ചെടിയുടെ വില അടക്കം മൊത്തം കൂടെ ഒരു 20 രൂപയോളം 20 രൂപ വന്ന് കാണും. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ 20 രൂപ ഇങ്ങനെ പരീക്ഷണത്തിന് കൊടുത്തതിൻ്റെ ലോജിക്ക് എന്തായിരുന്നു താങ്കൾ ഇങ്ങനെ 20,000 രൂപ? സാധാരണ പിള്ളേർക്ക് ഒരു കളിപ്പാട്ടം പോലെയാണല്ലോ ഇതിനെ വീട്ടുകാർ കാണുന്നത്. ചെറുപ്പക്കാർ ഈ കൃഷിയിലേക്കൊക്കെ വരട്ടെ. കാരണം നമ്മൾ യുവതലമുറയെ മണ്ണുമായിട്ട് ബന്ധപ്പെടുത്തണമല്ല. കൃഷിയോട് പിള്ളേർക്ക് താല്പര്യം. ഒന്നിച്ചല്ലല്ലോ നമ്മൾ പൈസ എടുത്തത്. നമ്മളിപ്പോൾ 20,000 രൂപ എടുത്ത് കൊടുക്കുമല്ലായിരുന്നു, പലപ്പോഴായിട്ടാണ് കൊടുത്തത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം കൊണ്ടല്ലേ ഇത്രയും. അപ്പോൾ അത്രയും വലിയൊരു ഡാമേജ് നമുക്ക് വരുന്നില്ല. കുറേശ്ശെ കൊടുക്കുമ്പോഴേ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുമല്ലോ. എന്നാൽ അതിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തു. അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് 5-10 അങ്ങനെ അങ്ങനെയായി ടോട്ടൽ വന്നപ്പോഴാണ് അത്രയും. ഇപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ മിഥുൻ്റെ കയ്യിൽ നിന്നൊരു ടെക്നോളജി പഠിച്ചു. ഇത് ഓപ്റ്റോ ഇലക്ട്രോണിക്സ് ആണ് മിഥുൻ്റെ വിഷയം. പക്ഷേ മിഥുൻ ഇപ്പോൾ നമ്മളെ ഒരു കൃഷി രീതി പഠിപ്പിച്ചു. അതായത് സാധാരണ നമ്മൾ ഈ ചെടികൾ ഹോർമോണിൽ മുക്കി വെച്ചിട്ട് കമ്പുകൾ കിളിപ്പിക്കാനായിട്ട് ചെടിക്ക് ചില പർട്ടിക്കുലർ ഹോർമോൺ റൂട്ടെക്സ് പോലുള്ള സാധനം വാങ്ങിച്ച് അതിൽ മുക്കി കുഴിച്ചു വെക്കാറുണ്ട്. അതിന് പകരം ഒരു മെത്തേഡ് ഇപ്പോൾ മിഥുൻ കാണിച്ചു തരികയാണ്. ഇത് നമ്മൾ ആദ്യമേ ഇതിപ്പോൾ മൽബറിയുടെ ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേര് കിളിപ്പിക്കാൻ പെട്ടെന്ന് കിളിപ്പിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തണ്ടെടുക്കുക, എന്നിട്ട് കുറച്ച് ഇതിൻ്റെ മണ്ടക്കത്തെ തൊലി ഇങ്ങനെ ചെത്തിക്കളയുക നന്നായിട്ട്. അപ്പം വേര് പിടിക്കുന്ന ഇതിൻ്റെ ചുറ്റുവശത്തായിരിക്കും ഇതിൻ്റെ വേര് പിടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളത്തെ ആ ഒരു ലെയർ കളഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ കറ്റാർവാഴയുടെ ഉള്ളിലത്തെ ഈ ജെല്ല് നമ്മൾ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു വെള്ള രൂപത്തിലാക്കിയിട്ട് ഇതൊരു അരമണിക്കൂർ അതിന് മുക്കി വയ്ക്കുക. അതൊരു നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കളിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ ഇതിനകത്തോട്ടം കുത്തി ഇറക്കി വയ്ക്കുക. അപ്പം ഇത് ഈ ജെല്ല് ഇതിനകത്തിരുന്ന് വേര് പിടിച്ചോളൂ. ഇത് മണ്ണാത്തോട്ടം കുത്തി വെച്ചാൽ മതി. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട. ഇതിങ്ങനെ കുത്തി വെച്ചോണ്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് അഴുകി പൊക്കോളും. വേരിനകത്ത് പിടിച്ച് പുറത്തോട്ട് ഇറങ്ങും. ഇത് എവിടെ നിന്ന് കിട്ടുകയാണ്? എല്ലാം ഗൂഗിള്, നെറ്റ്. എത്ര നാളാണ് ഇത് പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട്? ഇല്ല, ഞാൻ എൻ്റെ മൽബറിയുടെ തൈയല്ലേ അങ്ങനെ കിളിപ്പിച്ചെടുത്ത്. ശരി. ഞാൻ കുറച്ച് മൽബറിയുടെ അവിടെ ഒരു മൽബറി തൈ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വേര് പിടിക്കും. മൽബറി അല്ലാതെ വേറെ വല്ല സാധനങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ടോ? നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് റൂട്ടിംഗ് ഹോർമോണിന് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. മിലൻ ഒരു വലിയ കൃഷിക്കാരാണെന്നാണല്ലോ ഇവരെല്ലാം പറയുന്നത്. ആണോ? എന്താ ഈ റോസയുടെ കാര്യത്തിൽ എങ്ങനെ ഈ റോസ കിളിപ്പിച്ചത്? ഇന്നാളെ ഞങ്ങൾ വന്നപ്പോൾ ഇതെല്ലാം ഉണങ്ങി നിൽക്കുകയായിരുന്നല്ലോ. അതാണെങ്കിൽ നമ്മുടെ മറ്റേ പഴത്തൊലി ഇല്ലേ, അതാണെങ്കിലും പിന്നെ നമ്മുടെ ഉള്ളിയുടെ തൊലി, പിന്നെ നമ്മുടെ മുട്ടത്തോട്, അതാണെങ്കിൽ ഒലിട്ടിട്ട് വെള്ളത്തിനകത്ത് ഇട്ട് വെക്കണം. അത് 3 ദിവസമായിട്ട് എയർ ടൈറ്റ് ആക്കി വെക്കണം. 3 ദിവസം കഴിയുമ്പോൾ അതെല്ലാം അരിക്കണം. അപ്പൊ അതിന്റെ വെള്ളം മതി. ആ വെള്ളം കൊണ്ടുപോയി 1 ഗ്ലാസ് വെള്ളം എടുക്കണം. എന്നിട്ട് അതിനകത്ത് 2 ഗ്ലാസ് പച്ചവെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇതിനെ വെച്ച് അപ്പൊ അത് നേർപ്പിച്ചെടുക്കുകയാണ്. ഇത് എവിടുന്നാ ഇത് പഠിച്ചേ? ഇതൊന്നും പഠിച്ചതല്ല, യൂട്യൂബിനകത്തൊക്കെ. യൂട്യൂബിൽ നിന്ന് അങ്ങനെ ഇട്ടിട്ട് പരീക്ഷിച്ച് നോക്കി അല്ലേ? എന്നിട്ട് ചെയ്തിട്ട് ഫലം ഉണ്ടായോ? ശരി. ഇത് എത്ര ദിവസം കഴിയുമ്പോഴേ ഈ മുളയൊക്കെ വന്നേ? 2-3 ദിവസം കഴിഞ്ഞു. 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് മുള വന്നു തുടങ്ങി. അത് ശരി. ഞാനാണെങ്കിൽ അവിടെ പഴയതിന് തൊലിയില്ല, അത് ഉണക്കി പൊടിച്ചതുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. ശരി. എന്നിട്ട് അതുകൊണ്ട് തന്നെ ചെയ്യും? അതുകൊണ്ട് ഇത് കൊണ്ടിട്ടാ ചെടിക്ക് കൊണ്ടിടും, ഉണക്കിയിട്ട് പൊടി. വെള്ളമല്ലാതെ അങ്ങനെയും ചെയ്യാം. അപ്പോൾ കൃഷി കുറേ പരിപാടിയെല്ലാം നോക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ലോക്കൽ കളിയാക്കി പേര് കർഷകശ്രീ എന്നാണെന്ന് ആരാണ്ട് പറഞ്ഞു. ശരിയാണോ? ആളുകൾ കർഷകശ്രീ എന്നൊക്കെ വിളിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? ശരിക്കുള്ള കർഷകശ്രീ നമുക്കൊന്ന് മേടിക്കണം കേട്ടോ. ഞാനിപ്പോൾ മിഥുനെ പരിചയപ്പെടുത്താൻ 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം മിഥുൻ ഓപ്റ്റോ ഇലക്ട്രോണിക്സിൽ 8.5 ഒരു ഗ്രേഡ് നേടിയ ആളാണ്. ഒരു 10 പോയിൻറ്റ് സ്കെയിലിൽ 8.5 സ്കോറോടെ MTech കംപ്ലീറ്റ് ചെയ്ത ആളാണ്. എന്നിട്ട് അദ്ദേഹം സ്വന്തം കൈകൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥികൾ ഇത്തിരി ഉഴപ്പാണെങ്കിൽ അധ്യാപകർ പറഞ്ഞാൽ പോയി ചാണകം വരാൻ പോടാ,
കന്നുകൂട്ടാൻ പോടാന്നൊക്കെ പറയും. അപ്പോൾ ആ തൊഴിൽ മോശമാണെന്നൊരു ധാരണ അപ്പം തന്നെ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എംടെക് കഴിഞ്ഞൊരു ആൾ സ്വന്തം നിലയ്ക്ക് കൈകൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കി മിയാവാക്കി മാതൃക വെച്ചതിലുള്ള ഒരു സന്തോഷം, തൊഴിലിൻ്റെ ഒരു മഹത്വത്തെക്കുറിച്ച് നമ്മൾ പറയുന്നതല്ലാതെ അത് പ്രായോഗികമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ കുറവാണ്. അതുകൊണ്ടാണ് ഇതിനെ പരിചയപ്പെടുത്താനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ഇവിടെ നമുക്ക് 100 സ്ക്വയർ ഫീറ്റ് സ്ഥലം, 90 സ്ക്വയർ ഫീറ്റാണ് ആക്ച്വലി ഇത്. അതായത് 1/4 സെൻറ്റ് സ്ഥലത്ത് ഈ മിയാവാക്കി വെക്കാൻ അവർക്ക് വന്ന ചിലവ് 20,000 രൂപയാണ്. അതിൽ മാനുവൽ ലേബറിൻ്റെ നല്ലൊരു ഭാഗം അവർ തന്നെ ചെയ്തു. എന്നിട്ട് 20,000 രൂപ വന്നു. അതായത് ഒരു സെൻറ്റിന് 80,000 രൂപ ചിലവ് വന്നു സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ. പലരും സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ എത്ര ചിലവ് വരുമെന്ന് ചോദിക്കാറുണ്ട്. ഇതിൽ തന്നെ അവർക്ക് കുറേ സാധനങ്ങൾ വെറുതെ കിട്ടി, കമ്പോസ്റ്റ് അവർ തന്നെ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ആ കമ്പോണൻസിനൊക്കെ വില കുറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ ചാണകപ്പൊടിയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ വീണ്ടും വില മേലോട്ട് പോകും. പിന്നെ പൊതുസ്ഥലത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിന് ചുറ്റും വേലി വേണം, ജലസേചന സൗകര്യം വേണം. ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് നമുക്ക് ഏകദേശം ഈ 1,60,000 രൂപ ഒരു സെൻറ്റിന് ചിലവ് വരുന്നത്. പക്ഷേ ഇതിപ്പോൾ 20,000 രൂപയ്ക്ക് 1/4 സെൻറ്റ് സ്ഥലത്ത് ഇത് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ 20,000 രൂപയ്ക്ക് 1/4 സെൻറ്റ് സ്ഥലത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ലാഭം എന്താണെന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരു കാര്യം, ഇതിലിപ്പോൾ 40 ചെടികളാണ് ഇവരിവിടെ വെച്ചിരിക്കുന്നത്. ഇതിലൊരു 20 മരങ്ങൾ നന്നായിട്ട് വളരുന്നു എന്ന് വിചാരിക്കുക. ആ 20 മരങ്ങൾ വെക്കണമെങ്കിൽ നോർമലി നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ചെടിക്ക് ഒരു 10 സ്ക്വയർ മീറ്റർ സ്ഥലമാണ് സാധാരണ നമ്മൾ വിടുന്നത്. ഒരു വീട്ടിൽ ചെടി വെക്കുന്ന സമയത്ത് ഒരു 10 സ്ക്വയർ മീറ്റർ സ്ഥലം ആണ് നമ്മൾ ഒരു ചെടിക്ക് വിടുന്നത്. അപ്പോൾ ആ കണക്ക് വെച്ച് നോക്കുകയാണ്. അല്ലെങ്കിൽ 5 സ്ക്വയർ മീറ്റർ വിടുകയാണെങ്കിൽ പോലും 20 ചെടികൾക്ക് 100 സ്ക്വയർ മീറ്റർ അഥവാ 2.5 സെൻറ്റ് സ്ഥലം വേണം. അപ്പോൾ ഇവിടെ നമ്മൾ സ്ഥലം 1/4 സെൻറ്റ് സ്ഥലത്താണ്, 2.5 സെൻറ്റിൻ്റെ 10% പോലും പറയാനില്ല, 1/4 സെൻറ്റ് സ്ഥലത്താണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അത് ഒരു കാര്യം. 10% ആ സ്ഥലത്താണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തിലുണ്ടാകുന്ന ലാഭം, കാരണം ഇവിടെ സെൻറ്റിന് 5 ലക്ഷം രൂപ വിലയുള്ള സ്ഥലത്ത് 1/4 സെൻറ്റും 2.5 സെൻറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇഷ്ടമുള്ള കുറേ പഴച്ചെടികൾ ഒരുമിച്ച് വെക്കുകയാണ്. അപ്പോൾ അതിന് ഇത്രയും സ്ഥലത്ത് ഇത് വെക്കാൻ പറ്റുമ്പോൾ അതിലൊരിക്കലും നമുക്ക് മറ്റേ വിളവ് പ്രതീക്ഷിക്കരുത്. പക്ഷേ ഇതിന് നമുക്ക് വേണ്ട രീതിയിൽ പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ സാമാന്യം നല്ലൊരു വിളവ് ഉണ്ടാക്കിയെടുക്കാം. സ്വന്തം വീട്ടിൽ ഇത് ചെയ്യുന്നതിൻ്റെ ഒരു സംതൃപ്തി, അതിന് നമുക്കൊരു വിലയിടാനൊക്കെയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഈ മാതൃക അവതരിപ്പിച്ചത്.